മാലിന്യം തോന്നിയെടുത്ത് തള്ളി കോർപ്പറേഷനും. കിളിയാറ്റിൻ തീരത്ത് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ആറ്റുകാൽ കാലടി ബണ്ട് റോഡിലാണ് മാലിന്യം തള്ളിയത്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മാലിന്യം തന്നെ വലിയ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം നമുക്ക് ലഭ്യമാവുന്നത്. നോക്കൂ, തിരുവനന്തപുരം നഗരസഭയുടെ വാഹനമാണത്. ആ വാഹനത്തിൽ നിന്നാണ് കിളിയാറ്റിൻ തീരത്തേക്ക് ഈ മാലിന്യം തള്ളുന്നതിൻ്റെ, അത് മാലിന്യവുമായി പോകുന്ന വാഹനമാണ്. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മഴ പെയ്താൽ നേരെ ഇറങ്ങുന്നത് വെള്ളത്തിലോട്ട്. വയലുകൾ കംപ്ലീറ്റ് ആൾക്കാർ തീർന്നു. നിങ്ങൾ ഉപദ്രവിക്കൊന്നുമില്ല. ഓർഡർ വരിയതാണ്. മാലിന്യത്തിന്റെ കാര്യത്തിൽ റെയിൽവേ വരെ കുറ്റം പറയുന്ന, റെയിൽവേ വരെ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ സംസാരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ അതേ നഗരസഭയുടെ വൃത്തികേടെന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള നടപടി, അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ വാഹനത്തിൽ വന്ന് മാലിന്യം അതുകൊണ്ട് കിളിയാറ്റിന്റെ തീരത്തേക്ക് തള്ളുന്ന ദൃശ്യം നമ്മൾ കാണുന്നില്ല. തള്ളിയതിനു ശേഷമുള്ള ദൃശ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാലിന്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാലിന്യവും വഹിച്ചുള്ള വാഹനമാണത്. അതവിടെ കൊണ്ട് തള്ളുന്ന ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട് രാഹുൽ ജീനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും നമുക്കൊന്നും അത്ര നല്ല മോർണിംഗിലല്ല, നല്ലൊരു സുപ്രഭാതത്തിലല്ല നമ്മളൊന്നും ഉള്ളത്, ഒരു പ്രഭാതത്തിലല്ല. ഇതിപ്പോൾ നോക്കൂ, ഈ മാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന എത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു 2 ദിവസത്തിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വരുന്നത്. ഇത് എപ്പോഴത്തെ ദൃശ്യമാണ്? ഇത് നഗരസഭയുടെ വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? 40 മണിക്കൂറിൽ ഇപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവനെ പറ്റി, ആ മനുഷ്യനെ പറ്റി നമുക്ക് അറിവ് ലഭിക്കുന്നില്ലെങ്കിൽ അത് പല ആവർത്തി നമ്മൾ പറഞ്ഞാണ്. അത് ആമയിഴഞ്ഞ തൊഴിലൂടെ ഒഴുകുന്ന മാലിന്യം മാത്രം കൊണ്ടാണ്, മാലിന്യം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി കൊണ്ടാണ് എന്ന് നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. അപ്പോഴാണ് ഇത് 5 ദിവസം മുൻപുള്ള ദൃശ്യം പുറത്തു വരുന്നത്. അത് ആറ്റുകാൽ കാലടി ബണ്ട് റോഡിൽ കോർപ്പറേഷൻ്റെ വണ്ടി എത്തി അതിന് സമീപം മാലിന്യം കാണാം. അത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നു എന്ന തരത്തിൽ വഴിയാത്രക്കാരൻ പകർത്തിയ ഒരു ദൃശ്യമാണ്. കാലടി ബണ്ട് റോഡിലാണ് ഈ സംഭവം. ഈ കള്ളിയാറ്റിൻ്റെ തീരത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. അത് മാലിന്യം നിറച്ചു കൊണ്ടുപോകുന്ന വണ്ടിയാണ് കോർപ്പറേഷൻ്റെ. അത്തരത്തിൽ ഈ സംഭവം 5 ദിവസം മുമ്പാണ് നടന്നത്. ഈ മാലിന്യം അവിടെ നിക്ഷേപിക്കുന്നു. ശേഷം മഴയുണ്ടാകുമ്പോൾ ഈ മാലിന്യം കിള്ളിയാറിലേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു സ്ഥിതിയും അവിടെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഗൗരവകരമായൊരു വാർത്തയാണ്, ദൃശ്യമാണ്. കാരണം 5 ദിവസം മുൻപ് പോലും മാലിന്യം ഇത്തരത്തിൽ ആറ്റിലേക്ക് നിക്ഷേപിക്കുന്ന തരത്തിൽ, അതും നഗരസഭയുടെ വണ്ടിയാണ് ഉത്തരവാദിത്തപ്പെട്ട, ഇത് പരിഹരിക്കേണ്ടവരുടെ വാഹനം തന്നെയാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നത്. അവർ തന്നെയാണെന്ന് ഈ പ്രതിസന്ധി നേരിട്ട് കണ്ട് അതിൽ ഈ പറയുന്ന ന്യായീകരണങ്ങളും അല്ലെങ്കിൽ വിശദീകരണങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്. അതേ നഗരസഭയുടെ വണ്ടിയാണ് നിലവിൽ കാലടി ബണ്ട് റോഡിൽ ഇത് മാലിന്യം നിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വഴിയാത്രക്കാരനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. കൃത്യം 5 ദിവസം മുൻപാണ് ഇത് സംഭവിക്കുന്നത്. ആമേഞ്ചൻ തൊട്ട് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരും പറയുന്നത് നിലവിൽ ഈ വൃത്തിയാക്കും തോറും ആമേഞ്ചൻ തൊഴിലേക്കും മാലിന്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ആറ്റിലേക്ക് കളയുക എന്ന് പറയുന്ന രീതിയിൽ മനുഷ്യന്റെ മനോഭാവം മാറിക്കഴിഞ്ഞു. മാലിന്യം മുഴുവൻ ആറ്റിലേക്ക് എറിയുന്ന രീതിയിലേക്ക് രാഹുൽ പ്രശ്നം. സ്വാഭാവികമായിട്ടും ഈ മാലിന്യ സംസ്കരണം സംബന്ധിച്ചിട്ട് നമുക്ക് നിരവധിയാം വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, എല്ലാവർക്കും മാലിന്യം നിക്ഷേപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു പരിഹാരമില്ല. അത് നമ്മുടെ ഒക്കെ മനോഭാവത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഈ ജോയിയെ കാണുന്നില്ല എന്ന വാർത്ത വന്ന ആ നിമിഷം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, നമ്മളെ ഓരോരുത്തരെയും
കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിൽ സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനല്ല ഇത് ചെയ്യുന്നത്, ഇതൊരു അതോറിറ്റിയാണ്, ഒരു വ്യവസ്ഥിതിയാണ് ഇത് ചെയ്യുന്നത്. നഗരസഭ, തിരുവനന്തപുരം നഗരസഭയുടെ വാഹനത്തിൽ നിന്നും ഇങ്ങനെ മാലിന്യം കൊണ്ട് തള്ളുമ്പോൾ പിന്നെ ജനം ഇതിൽ നിന്ന് കണ്ടെന്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ നഗരസഭ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് അക്ഷയ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഒരു മനുഷ്യന്റെ മനോഭാവം അത്തരത്തിലാകുമ്പോൾ ഈ ഭാവം തിരുത്തേണ്ടതാണെന്നും അതിന് നല്ല മാതൃകകളും സംവിധാനങ്ങളും ഒരുക്കേണ്ടത് അധികൃതരാണ്. അത്തരത്തിൽ സംവിധാനം ഒരുക്കേണ്ട, കൃത്യമായി എങ്ങനെ സംസ്കരിക്കാം, അതിന് സംസ്കരിക്കേണ്ട രീതികളെ പറ്റിയും ഇടങ്ങളെ പറ്റിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ല ആരോഗ്യശീലം കാട്ടിക്കൊടുക്കേണ്ട അധികൃതർ തന്നെയാണ് ഈ പറയുന്ന കാലടി ബണ്ട് റോഡിലേക്ക് ഈ മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ചോദ്യം ചെയ്യുന്നുണ്ട്, അവർക്ക് മറുപടികളൊന്നും പറയാനില്ല. തിരുവനന്തപുരം നഗരസഭ എന്ന് എഴുതിയ വണ്ടിയിലാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത്. എന്തായാലും ഗൗരവപരമായ ഒരു ദൃശ്യമാണ്, വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കൃത്യം 5 ദിവസം മുൻപ്, അതായത് അപകടം നടക്കുന്നതിന് 5 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കിള്ളിയാറിലേക്ക് ഈ മഴയത്ത് നമ്മൾ ഈ കാണുന്ന ആമയഞ്ച തോട്ടിലൂടെ മാലിന്യം ഒഴുകി നടക്കാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായോ അതിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ്, അതിന് സമാനമായ ഒരു ദൃശ്യമാണ് നമുക്ക് കിള്ളിയാറിൻ്റെ തീരത്ത് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. ഗൗരവകരമായ കാര്യമാണ്. തിരുത്തേണ്ടതാരാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. നഗരസഭയുടെ വണ്ടിയാണ്, നഗരസഭയാണ് ഇതിന് നല്ല ശീലങ്ങൾ, നല്ല മാലിന്യ സംസ്കരണ ശീലങ്ങൾ പഠിപ്പിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് നടപടി ഉണ്ടല്ലോ. മാലിന്യം പൊതുയിടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതിന്റെ തുക, കൃത്യമായിട്ടുള്ള തുക എനിക്ക് ഓർമ്മയില്ല, എന്തായാലും അത്രമേൽ പൈസ ഈടാക്കുന്ന, പിഴ ഈടാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുള്ളൂ. സാധാരണക്കാർക്കെതിരെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഇനി എന്ത് നടപടി എടുക്കും എന്നുള്ളതാണല്ലേ നമുക്ക് കണ്ടറിയേണ്ടത്. തീർച്ചയായും എന്ത് നടപടി കൈക്കൊള്ളും? ഇതിന് ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ ഇത് ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ആമയഞ്ചൻ തോട്ടിലൂടെ ഇത്രമാത്രം മാലിന്യം വന്നപ്പോൾ ആദ്യം പ്രതിസന്ധിയിലായതും ആദ്യം പഴി കേട്ടതും നഗരസഭ തന്നെയാണ്. അവർ ഉത്തരവാദിത്തമാണ്. 2015 ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം അത് ആവർത്തിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോൺക്രീറ്റ് ഭിത്തികളിൽ പോലും ഈ പറയുന്ന തരത്തിൽ മാലിന്യം പറ്റിച്ചേർന്നിരിക്കുന്ന തരത്തിൽ അത്രമാത്രം അനാസ്ഥ ഈ വലിയ മതിലായി മാലിന്യങ്ങളുടെ കൂമ്പാരമായി ഇവിടെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു ആവർത്തനമാണ് 5 ദിവസം മുമ്പുള്ള ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബണ്ട് റോഡിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നു, അത് മഴയത്ത് ഒലിച്ചിറങ്ങുന്നു.